ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. സൈക്ലോസ്റ്റൊമാറ്റ നമ്മൾ പഠിച്ചു. വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നാത്തോസ്റ്റൊമാറ്റയും മറ്റൊന്ന് ഏനാത്തയും. അതിൽ ഏനാത്ത എന്ന് പറയുന്ന ലാക്ജോസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ജീവികളാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആ ഓരോ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തെ ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഏനാത്ത വിഭാഗത്തിൽ പെടുന്നവയാണ്. ലാക്ജോസ് എന്ന ഗ്രൂപ്പിൽ വരുന്ന ഏനാത്ത വിഭാഗത്തിൽപ്പെടുന്ന സൈക്ലോസ്റ്റൊമാറ്റ എന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോട്ടിൽ നിങ്ങൾ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് വരുന്ന ഭാഗം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗം എടുക്കുക, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. എന്നിട്ട് ഓരോ പോയിന്റ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇതിന്റെ പ്രത്യേകത, ഓൾ ലിവിംഗ് മെമ്പേഴ്സ് ആർ എക്ടോപാരസൈറ്റ്സ് ഓൺ ഫിഷസ്. ഇവയുടെ പ്രത്യേകത, ഇതിനകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും തന്നെ, എല്ലാ മെമ്പേഴ്സിനും തന്നെ എക്ടോപാരസൈറ്റ്സിന്റെ സൈക്ലോസ്റ്റൊമാറ്റയുടെ ഇന്ന് കാണുന്ന എല്ലാ ജീവികളും, ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളും എക്ടോപാരസൈറ്റുകളാണ് ഓൺ ഫിഷസ്. ഫിഷസിന്റെ എക്ടോപാരസൈറ്റുകളാണ്. എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവയുടെ പുറമെ അവയെ ആശ്രയിക്കുന്നു, ശരീരത്തിനകത്തല്ല, പുറത്ത്. ഫിഷസിന്റെ ശരീരത്തിന് പുറത്ത് അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളാണ് സൈക്ലോസ്റ്റൊമാറ്റ ഗ്രൂപ്പിൽ വരുന്നത്. അതാണ് പറഞ്ഞത്, ഓൾ ലിവിംഗ് മെമ്പേഴ്സ് ആർ എക്ടോപാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. അതാണ് ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത പറയുന്നത്, ദേ ഹാവ് എൻ ഇലോങ്ങേറ്റഡ് ബോഡി ബിയറിംഗ് 6 to 15 pairs of gill cells for respiration. അവയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ദേ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി. അവയുടെ ശരീരം നമ്മൾ ആ ചിത്രത്തിൽ കാണാം. നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അജോലസ് വെർട്ടിബ്രേറ്റിന്റെ ചിത്രം നോക്കുക. അവിടെ എന്താണ് കാണുക? അതിന്റെ ബോഡി ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആണ്, നീളത്തിലൊരു ബോഡിയാണ്, ഇലോങ്ങേറ്റഡ് ബോഡി. പിന്നെ അതിന്റെ വേറെ പ്രത്യേകതയാണ് 6 to 15 pairs of gill cells for respiration. റെസ്പിറേഷന് വേണ്ടി ഗിൽ സെൽസിനെ കാണാം. നമുക്ക് ആ ചിത്രത്തിൽ നിങ്ങൾ അതിന്റെ കണ്ണിന്റെ പിറകിലായി കുറച്ച് സുഷിരങ്ങൾ കാണാം. അവിടെ എത്ര ഉണ്ട്? 7 സുഷിരങ്ങൾ കാണുന്നുണ്ട് അല്ലേ, അടുപ്പിച്ച്. ആ സുഷിരങ്ങൾ എന്ന് പറയുന്നതാണ് അതിന്റെ ഗിൽ സെൽസ്. അത് ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ബോഡി ഇലോങ്ങേറ്റഡ് ആണ് ആൻഡ് ദേ ഹാവ് 6 to 15 pairs of gill cells for respiration. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അത് ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. അവയുടെ പ്രത്യേകതയാണ് ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത്. അവയുടെ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദേ ഹാവ് എന്താണ്? സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത്. എന്താ പറയുക? സക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ജോ ഇല്ല, താടിയിലില്ല. താടിയിലില്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റില്ല. പകരം എന്താ ചെയ്യുന്നത്? സക്കിംഗ് ആണ്, വലിച്ചു കുടിക്കുകയാണ്. ദേ ഹാവ് സക്കിംഗ്. അതുപോലെ മൗത്ത് എങ്ങനെയാണ്? സർക്കുലർ, റൗണ്ട് മൗത്താണ്. ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏനാത്തയാണ്, അതുകൊണ്ട് എന്താണ്? വിത്തൗട്ട് ജോസ്, താടിയല്ലുകൾ ഇല്ല. അപ്പൊ താടിയിലില്ലാത്തതുകൊണ്ട് ചവച്ചരയ്ക്കാൻ പറ്റില്ല. പകരം അവ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അങ്ങനെ പറയുന്നത്. ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. ആ പോയിന്റ് നമ്മൾ ഈ സൈക്ലോസ്റ്റൊമാറ്റയെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടതാണ്. സൈക്ലോസ്റ്റൊമാറ്റയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകമാണ് ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. ആ പോയിന്റ് പഠിച്ചു വയ്ക്കും. ഇനി അടുത്ത നാലാമത്തെ പ്രത്യേകമാണ് ദർ ബോഡി ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയ്ഡ് ഫിൻസ്. സാധാരണ മത്സ്യങ്ങൾ പോലെയുള്ള ജീവികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ദേ ഹാവ് സ്കെയിൽസ്, ചെതുമ്പലുണ്ടാവും. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചെതുമ്പലാണ്, ചെതുമ്പലില്ല. ദർ ബോഡി ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ്, സ്കെയിൽസ് ഇല്ലാത്ത ജീവികളാണ്. പിന്നെയോ പെയ്ഡ് ഫിൻസും ഇല്ല. പെയ്ഡ് ഫിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചിറകുകൾ സാധാരണ പെയ്ഡ് ആയിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ മത്സ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വശത്ത് ഒരു ചിറകുണ്ടെങ്കിൽ അതിന് മറുവശത്ത് അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു ചിറകും കൂടെ കാണും മറുവശത്ത്. അത് പെയ്ഡ് ഫിൻസ് ആണ്. ഇപ്പം പെക്ടറൽ ഫിൻ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവും, അല്ലെങ്കിൽ പെൽവിക് ഫിൻ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡോഴ്സൽ ഫിന്നുണ്ട്, വെൻട്രൽ ഫിന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് മത്സ്യങ്ങൾക്ക്. പക്ഷേ ഇവിടെ അതിന്റെ പ്രത്യേകത പെയ്ഡ് ഫിൻസ് ഇല്ല. ദേ ആർ ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയ്ഡ് ഫിൻസ്. അതാണ് പ്രത്യേകത. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിട്ടാണ്. അപ്പോൾ ചെതുമ്പലില്ലാത്ത ജീവികളാണ്. അതുകൊണ്ടായിരിക്കും ശരീരം വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കാണുകയായിരിക്കും ചെയ്യുക. ചെതുമ്പലൊന്നും പുറമേ ഉണ്ടാവത്തില്ല. ഇനി ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. മറ്റൊരു പ്രത്യേകത ക്രേനിയം. എന്താണ് ക്രേനിയം? പഠിച്ചിട്ടുണ്ടോ? ക്രേനിയം എന്ന് പറഞ്ഞാൽ ആർക്കറിയാമോ? എന്താണ് ക്രേനിയം എന്ന് പറയാമോ ആർക്കെങ്കിലും? ക്രേനിയം പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? ക്രേനിയം, നമ്മളെ മനുഷ്യ ശരീരത്തിലെ ക്രേനിയം പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ക്രേനിയം ഓർമ്മയില്ലാക്കും അല്ലേ? ക്രേനിയം എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയാണ്. അതായത് സ്കള്ളെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, സ്കൾ, ബ്രെയിനിന്റെ പുറമേയുള്ള സ്കള്ള്, അതിന്റെ ആവരണം ക്രേനിയം എന്ന് പറയുന്നത് അതിനെയാണ്. ക്രേനിയം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ക്രേനിയേറ്റ എന്നാണ് പറയുക. ക്രേനിയമുള്ള ജീവികളെല്ലാം ക്രേനിയേറ്റ എന്നാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത ക്രേനിയം എന്ന് പറയുന്നത് തലയോട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് നമ്മുടെ തലച്ചോറിനെ ആവരണം ചെയ്ത ഭാഗത്തിനാണ് നമ്മൾ ക്രേനിയം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇത് കാർട്ടിലേജിനസ് ആണെന്ന് പറയുന്നത്. കാർട്ടിലേജിനസ് എന്ന് പറഞ്ഞാൽ ബോണില്ല, പകരം
കാർട്ടിലേജിനസ് ആണ്. കാർട്ടിലേജും ബോണും നമ്മൾ വ്യത്യാസം എന്താ അറിയാമോ? കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരുണാസ്ഥി എന്ന് പറയും. നമ്മുടെ ചെവി അല്ലെങ്കിൽ മൂക്കിന്റെ പാലം, ഇതിന്റെയൊക്കെ പ്രത്യേകത അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങുമല്ലോ, ഫ്ലെക്സിബിൾ ആണ്. അതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ബോണിന്റെ അത്രയും ബലമില്ല. ബോണാണെങ്കിൽ വളച്ചാൽ പറ്റും, ഒടിഞ്ഞു പോകും അല്ലെ, ബോണുകൾ ഒടിയുമല്ലോ. പക്ഷെ കാർട്ടിലേജ് അങ്ങനെ ഒടിയത്തില്ല. കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന്റെ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വളച്ചാൽ വളയും. കാരണം അത് കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ചെവി എക്സ്റ്റേണൽ ഇയറിലെ അതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാൻ പറ്റുന്നത് അതിലൊക്കെ കാണുന്ന കാർട്ടിലേജുകളാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ജീവിയുടെ തലച്ചോറിന്റെ പുറമേ കാണുന്ന ക്രേനിയം എന്ന് പറയുന്ന ആവരണവും അതുപോലെ അവരുടെ വെർട്ടിബ്രൽ കോളം ഉണ്ടല്ലോ. വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ നട്ടലാണ്. അത് രണ്ടും, ഇത് വെർട്ടിബ്രേറ്റ് ആയാലും വെർട്ടിബ്രൽ കോളം ഉണ്ട്, ഇത് രണ്ടും ഇങ്ങനെയുള്ളതാണ്, കാർട്ടിലേജിനസ് ആണ്. അത് ഇവയുടെ പ്രത്യേകം. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഹാവ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ് ഒരു പോയിന്റ് ആണ്. Their body is devoid of scales and paired fins. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ആ പോയിന്റും ഓർത്തിരിക്കുക. പിന്നെ സർക്കുലേഷൻ ഈസ് ഓഫ് ക്ലോസ് ടൈപ്പ്. അത് നമുക്കറിയാം. ഇനിയുള്ള ജീവികളെല്ലാം ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ ആണ്. സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ഓപ്പൺ ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഹെമിപോഡേറ്റയിലും ആർത്രോപോഡയിലും പറഞ്ഞു. ഇവിടെ ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ആണ്. പിന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകമാണ് സൈക്ലോസ്റ്റോംസ് ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിംഗ് ടു ഫ്രഷ് വാട്ടർ. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? സൈക്ലോസ്റ്റോംസ് ആർ മറൈനാണ്, എല്ലാം കടൽ ജീവികളാണ്. പക്ഷെ എന്താണ്? ദേ മൈഗ്രേറ്റ് ഫോർ സ്പോണിംഗ് ടു ഫ്രഷ് വാട്ടർ. പക്ഷെ അവ എന്ത് ചെയ്യും? ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും. എന്ന് പറഞ്ഞാൽ എന്താ? കടൽ ജലത്തിൽ നിന്നും സ്പോണിങ്ങിന് വേണ്ടി, സ്പോണിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? ഫോർ എഗ് ലേയിങ്, മുട്ടയിടാൻ അവ ശുദ്ധജലത്തിലേക്ക് വരും. അതായത് സൈക്ലോസ്റ്റോംസിനെ കാണുന്നത് കടൽ ജലത്തിലാണെങ്കിലും മുട്ടയിടാൻ വേണ്ടി അവ ശുദ്ധജലത്തിലേക്ക് വരും. ആഫ്റ്റർ സ്പോണിങ്, മുട്ടയിട്ട് കഴിയുമ്പോഴോ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ചത്തുപോകും. എന്തായിരിക്കും കാരണം പറയാമോ? മുട്ടയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ചത്തുപോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും പറയാം? ഈ സൈക്ലോസ്റ്റോമാറ്റ ഗ്രൂപ്പിലുള്ള ഫിഷസ് മുട്ടയിടാൻ വേണ്ടി ശുദ്ധജലത്തിലേക്ക് വരും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മരിച്ചു പോകും. എന്താണ് കാരണം? എന്തെങ്കിലും കാരണം കാണും? ആലോചിച്ച് നോക്കി. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. എന്താണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഓസ്മോ റെഗുലേഷൻ? ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജീവിയുടെ ശരീരത്തിന്റെ ലവണ ജല തുലന നില, അതാണ് നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഈ ജലത്തിന്റെയും ലവണത്തിന്റെയും ബാലൻസ് തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ മത്സ്യങ്ങൾ, കടൽജലത്തിൽ കാണുന്ന മത്സ്യങ്ങൾ ഉപ്പുവെള്ളത്തിലാണ് എപ്പോഴും കാണുന്നത്. അപ്പൊ അതുമായി ബാലൻസ് ചെയ്താണ് അവരുടെ ശരീരം ഉള്ളത്. ആ ജീവിയാണ് ശുദ്ധജലത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ശുദ്ധജലത്തിലേക്ക് വരുമ്പോൾ അവയുടെ ശരീരത്തിനകത്തുള്ള സോൾട്ടിന്റെ ലെവലും ഈ ശുദ്ധജലത്തിന്റെ സോൾട്ടിന്റെ ലെവലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അവയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ മുട്ടയിടാൻ അവയ്ക്ക് ശുദ്ധജലത്തിൽ വന്നേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ വിരിയുന്നത് ശുദ്ധജലത്തിലാണ്. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ജീവികളാണിവ. അപ്പോൾ മുട്ടയിടാൻ വേണ്ടി അവ ശുദ്ധജലത്തിലേക്ക് വരികയും മുട്ടയിട്ടതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ചത്തുപോവുകയും ചെയ്യും. ദർ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ദ ഓഷ്യൻ. ലാർവയ്ക്ക് മാത്രമേ ശുദ്ധജലത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അവ മെറ്റമോർഫോസിസ് പറഞ്ഞാൽ രൂപാന്തരണമാണ്. അത് മാറ്റം വന്ന് അഡൽട്ടായി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ദ റിട്ടേൺ ടു ദ ഓഷ്യൻ, കടലിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ കടലും പുഴകളും ചേരുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവ കാണുക. അപ്പോൾ കടലിൽ നേരെ ശുദ്ധജലത്തിൽ പോയി മുട്ടയിടും. മുട്ടയിട്ട് കഴിയുമ്പോൾ മാതൃജീവി ചത്തുപോകും. അതിനുശേഷം കുഞ്ഞുങ്ങൾ ലാർവയായിട്ടാണ് വരിക, മുട്ട വിരിഞ്ഞ്. ആ ലാർവ ശരിക്കും അഡൽട്ട് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവ തിരിച്ച് ഓഷ്യനിലേക്ക് പോകും. ആ രീതിയിലാണ് ഇവയുടെ പ്രത്യേകത. ഈ സൈക്ലോസ്റ്റോംസിന്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ്? സൈക്ലോസ്റ്റോംസ് ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിംഗ്. ആഫ്റ്റർ സ്പോണിംഗ് ദേ die within a few days. Then larva after metamorphosis return to the ocean. ആ ഒരു പോയിന്റാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന് എക്സാമ്പിൾസ് 2 നമുക്ക് ഇവിടെ പഠിക്കാനുള്ള. ഒന്ന്, ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പെട്രോമൈസൺ എന്ന് പറയുന്ന ലാംബ്രേ എന്ന് പറഞ്ഞ ജീവിയാണ്. പെട്രോമൈസൺ ഉണ്ടെങ്കിൽ ലാംബ്രേ, പിന്നെ മിക്സിൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ് എന്നുള്ള ഒരു ജീവിയുണ്ട്. 2 എക്സാമ്പിളാണ്, പെട്രോമൈസൺ ലാംബ്രേ അല്ലെങ്കിൽ മിക്സിൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. ഈ എക്സാമ്പിളുകൾ, ഇതിന്റെ രണ്ടിന്റെയും എക്സാമ്പിൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ലാസ്റ്റ് പോയിന്റായിട്ട് പറഞ്ഞത്. സാധാരണയിൽ ജീവികൾ അങ്ങനെ ചെയ്യാറില്ല. അതായത് കടൽജലത്തിൽ കാണപ്പെടുന്ന ജീവികൾ ശുദ്ധജലത്തിലേക്കോ ശുദ്ധജലത്തിലേക്കോ കടൽജലത്തിലേക്ക് പോകാറില്ല. പക്ഷെ ഇവയ്ക്ക് മുട്ടയിടണമെങ്കിൽ ശുദ്ധജലത്തിൽ വന്ന മുട്ട ശുദ്ധജലത്തിലെ വിരിയുള്ളൂ ഇവയുടെ. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ശുദ്ധജലത്തിൽ മുട്ടയിടാൻ വേണ്ടി വരുന്ന ജീവികൾ അതോടുകൂടി ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ ലാർവ ശുദ്ധജലത്തിൽ നിന്നാണ് വളരുന്നത്. പക്ഷെ അഡൽട്ട് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് നേരെ കടലിലെത്തുകയും ചെയ്യും. ഈ രീതിയിലാണ് ആ ജീവിയുടെ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഈ പെട്രോമൈസോണിന്റെയും അതുപോലെ ഹാഗ് ഫിഷിന്റെയും പ്രത്യേകത. അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രേ, മിക്സിൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈക്ലോസ്റ്റോമിന്റെ എക്സാമ്പിൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ എക്സാമ്പിളുകൾ പഠിക്കണം. അപ്പോൾ
കോൾ വന്നുകൊണ്ട് കട്ടായിരുന്നു സാറില്ല. അപ്പം നമുക്ക് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഒന്നുകൂടെ നോക്കാം. ഇതിൻ്റെ എല്ലാ ലിവിങ് മെമ്പേഴ്സും എക്ടോപാരസൈറ്റ്സ് ആണ്, ഫിഷസിൻ്റെ എക്ടോപാരസൈറ്റ്സ് ആണ്. മറ്റൊന്ന് അതിൻ്റെ ബോഡിയിൽ 6 to 15 pairs ഓഫ് ഗിൽസിൽസ് ഉണ്ട്. മറ്റൊന്ന് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സക്കിങ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. പിന്നെ അതിൻ്റെ ബോഡിയിൽ സ്കെയിൽസ് ഇല്ല, പെയ്ഡ് ഫിൻസും ഇല്ല. മറ്റൊന്ന് ക്രേനിയവും അതുപോലെ വെർട്ടബ്രൽ കോളവും കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ സർക്കുലേഷൻ ക്ലോസ് ടൈപ്പാണ്. മറ്റൊന്ന് സൈക്ലോസ്റ്റോംസ് മുട്ടയിടാൻ വേണ്ടി കടലിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് വരും. മുട്ടയിട്ടതിന് ശേഷം അവ ചത്തുപോകും. അതിൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവയുടെ ലാർവ, മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവ തുടർന്ന് അത് മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം നടന്ന് കടലിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട. 2 എക്സാമ്പിൾ ഓർത്തിരിക്കുക. പെട്രോമൈസിൻ അല്ലെങ്കിൽ ലാംബ്രെ, അതുപോലെ മിക്സിൻ അല്ലെങ്കിൽ ഹാർഡ് ഫിഷ്. ഇത്രയും കാര്യങ്ങൾ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു വെക്കുക. മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ. അപ്പം നമ്മൾ സൈക്ലോസ്റ്റോംസിൻ്റെ നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടത് ആ ഗിൽസിൽസിൻ്റെ എണ്ണം കൂടി 6 to 15 pairs എന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്തു. അത് ചിലപ്പം പറയാൻ പറ്റില്ല, ചിലതിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. എല്ലാത്തിനും 6 to 15 pairs ഒന്നും ഇല്ല. സൈക്ലോസ്റ്റോമിൽ 16 to 15 pairs അതിൻ്റെ ഗിൽസിൽസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് സക്കിങ് ആൻഡ് സർക്കിൾ മൗത്ത് വിത്തൗട്ട് ജോസും, ബോഡി ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയ്ഡ് ഫിൻസ്, അതുപോലെ തന്നെ കാർട്ടിലേജ് ക്രേനിയം ആൻഡ് വെർട്ടബ്രൽ കോളം കാർട്ടിലേജൻ ഉള്ളത് ഓർക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റു പ്രത്യേകമാണ് ഈ സൈക്ലോസ്റ്റോംസിൻ്റെ ശുദ്ധജലവും കടൽജലവുമായിട്ടുള്ള ബന്ധം. അവ എപ്പോഴും മറൈൻ ജീവികളാണ്, പക്ഷേ മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. അതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സൈക്ലോസ്റ്റൊമാറ്റയെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകാം. അത്രയൊന്ന് ജസ്റ്റ് ആരെങ്കിലും ഒരാൾ പറയും. ഞാൻ ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ആണ്. പറയാമോ ആർക്കെങ്കിലും സൈക്ലോസ്റ്റൊമാറ്റ? പറയൂ. They have an elongated body bearing 6 to 15 pairs of tentacles for respiration. They have a sucking and circular mouth without jaws. ഇപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഏനാമത്തെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് സൈക്ലോസ്റ്റൊമാറ്റ. ഇനി നമ്മൾ നാത്തോസ്റ്റൊമാറ്റ അല്ലെങ്കിൽ എന്താണ് ബിയർ ജോസ്, താടിയിലുള്ള ജീവികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഒന്നാമത്തേത് എന്താണ്, 2 സൂപ്പർ ക്ലാസ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സൂപ്പർ ക്ലാസ് ഫിസസും മറ്റൊന്ന് സൂപ്പർ ക്ലാസ് ടെട്രാപോഡി. അതിൽ സൂപ്പർ ക്ലാസ് ഫിസസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫിസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു അത് ഫിഷസ് ആണ്. ഫിഷസിനെയാണ് നമ്മൾ ഫിസസ് എന്ന് പറയുന്നത്. മത്സ്യങ്ങളാണ്. അതിനകത്ത് വരുന്ന 2 ഗ്രൂപ്പുകളാണ് അതിനകത്തുള്ളത്. ആ 2 ഗ്രൂപ്പുകളും ഫിഷസിൻ്റെ ഗ്രൂപ്പുകളാണ്. സൂപ്പർ ക്ലാസ് ഫിസസ് അത് നമ്മൾ പറഞ്ഞു. സൂപ്പർ ക്ലാസ് ഫിസസിനെ അല്ലെങ്കിൽ മത്സ്യങ്ങളെ നമ്മൾ 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് കോൺട്രിക് തൈസും മറ്റൊന്ന് ഓസ്റ്റിക് തൈസ്. അതിൽ ആദ്യം കോൺട്രിക് തൈസ് ഒന്നാമത്തെ ക്ലാസ് ആണ് കോൺട്രിക് തൈസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കമ്പാരബിൾ ആണ്. നമുക്ക് ഈ 2 ക്ലാസ്സിനെയും പരസ്പരം കമ്പാരബിൾ ആയിട്ടുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് പരിചയമായ മത്സ്യങ്ങളാണ്, പക്ഷേ ഇവയ്ക്ക് രണ്ടിനുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക കോൺട്രിക് തൈസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്. ഒന്നാമത് പറയുന്നത് കോൺട്രിക് തൈസ് എന്ന് പറയുന്ന ഫിഷസ് എല്ലാം തന്നെ ദേ ആർ മറൈൻ ആനിമൽസ് വിത്ത് സ്ട്രീം ലൈൻ ബോഡി. ഇപ്പോൾ കൂടുതലും കടൽ ജീവികളാണ്, കടലിൽ കാണുന്ന മത്സ്യങ്ങളാണ് കോൺട്രിക് തൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ചില മത്സ്യങ്ങൾ ശുദ്ധജലത്തിൽ കാണും. നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളും അതുപോലെ നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളുണ്ട്. ഇതൊക്കെ ശുദ്ധജല മത്സ്യങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ഈ കോൺട്രിക് തൈസ് ഗ്രൂപ്പിൽ വരുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ മറൈൻ ഫിഷസ് ആണ്, മറൈൻ ആനിമൽസ് ആണ് വിത്ത് സ്ട്രീം ലൈൻഡ് ബോഡി. മത്സ്യങ്ങളുടെ പ്രത്യേകമാണ് സ്ട്രീം ലൈൻ ബോഡി. സ്ട്രീം ലൈൻ ബോഡി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളുടെ ബോഡിയുടെ പ്രത്യേകതയാണ് വെള്ളത്തിലൂടെ അത് ശരിക്കും തുഴഞ്ഞു പോകാൻ പറ്റുന്നത് അതിൻ്റെ ഷേപ്പാണ് അല്ലേ. ഇപ്പം ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിലും മത്സ്യത്തിന്റെ ചെതുമ്പൽ ഇങ്ങനെ വിടർന്നു നിന്നാൽ പോലും അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജലത്തിൽ എങ്ങോട്ടാണ് തുഴഞ്ഞു പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ അതിനിങ്ങനെ തുഴഞ്ഞ് വെള്ളത്തിനകത്തൂടെ വളരെ ഈസിയായി കടന്നു പോകാൻ പറ്റുന്ന അതിന്റെ ബോഡിയുടെ പ്രത്യേകത. അതാണ് നമ്മൾ സ്ട്രീം ലൈൻ ബോഡി എന്ന് പറയുന്നത്. അപ്പം മറൈനാണ് ആൻഡ് ഹാവ് സ്ട്രീം ലൈൻ ബോഡി. ഒക്കെ എല്ലാ മത്സ്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമില്ല. രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ. ഇവയെ കോൺട്രിക് തൈസ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ. നേരത്തെ പറഞ്ഞ കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ച എൻഡോസ്കെൽട്ടൻ ആണ്. മുള്ളുകൾ, ഇവയുടെ മത്സ്യത്തിന്റെ മുള്ളുകളാണ് അതിന്റെ എൻഡോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ആ മുള്ളുകൾ എങ്ങനെയുള്ളതാണ്? കാർട്ടിലേജിനസ് ആണ്, തരുണാസ്ഥി നിർമ്മിതമാണ്. തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ച, അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അർത്ഥം. കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ ആണ്. അപ്പോൾ കോൺട്രിക് തൈസ് എന്ന് പറയാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞത്. കോൺട്രിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന്റെ പേരാണ്. അതാണ് കാർട്ടിലേജ് ഉണ്ടാക്കുന്ന പ്രോട്ടീന്റെ പേരാണ് കോൺട്രിൻ. നമ്മളിനി ഓസ്റ്റിക് തൈസ് പറയുമ്പോൾ അതിനകത്ത് കാണുന്ന ഒസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. കോൺട്രിക് തൈസ് എന്ന് പറയുന്നത്, കോൺട്രിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഈ കാർട്ടിലേജിൽ കാണുന്ന പ്രോട്ടീനാണ്.
അതുള്ളത് കൊണ്ടാണ് ഇത് സോഫ്റ്റ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിന്റെ എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ആണ്. അപ്പം ഈ മത്സ്യത്തിന്റെ മുള്ളുകളെല്ലാം കാർട്ടിലേജിനസ് ആയിരിക്കും. എൻഡോസ്കെൽറ്റൻ കാർട്ടിലേജിനസ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ കോൺട്രിക്ടൈസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, നമ്മൾ എന്താ പറയുക, തുണ്ടമീനൊക്കെ ഇല്ല, നമ്മുടെ തെരണ്ടി, സ്രാവ്, ഇങ്ങനെയൊക്കെയുള്ള മീനുകളുടെ മുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ മുള്ളുകൾ നമ്മൾ കടിച്ചാലും അത് അത്ര സാധാരണ മത്തി ചെറിയൊരു മീനാണെങ്കിൽ അതിന്റെ മുള്ളിൽ നല്ല കടുപ്പാണ്, കൊണ്ട മുറിയൊക്കെ ചെയ്യും. മറ്റേ അങ്ങനെയല്ല, മറ്റേ മുള്ളുകൾ നമുക്ക് വേണമെങ്കിൽ കടിച്ച് തിന്നുകയൊക്കെ ചെയ്യാം. ഈ തുണ്ടമീനിനകത്തൊക്കെയുള്ള മുള്ളുകൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ശരിക്കും കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ദേ ഹാവ് കാർട്ടിലേജ് എന്ന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റാണ്, അത് ഓർത്തു. പിന്നെ മറ്റൊന്നാണ് മൗത്ത് ഈസ് വെൻട്രൽ. വെൻട്രൽ മൗത്താണ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം നമ്മൾ കാണുന്ന സാധാരണ മത്സ്യങ്ങൾ ഇപ്പം മത്തിയുടെയൊക്കെ വായുടെയാണ് ഇതിൽ നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മൾ മത്തിയുടെയൊക്കെ മൗത്ത് എന്ന് പറയുന്നത് അതിന്റെ ടെർമിനൽ എൻഡിലാണ്, ഒരറ്റത്താണ് കാണുക. പക്ഷെ ഇവയുടെ വായ എന്ന് പറയുന്നത് ശരീരത്തിന് അടിയിലായിട്ടാണ് കാണുന്നത്, വെൻട്രൽ മൗത്താണ്, ശരീരത്തിന് അടിഭാഗത്തായിട്ടാണ് മൗത്ത് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും അവിടെ വലതുവശത്ത് കൊടുത്തിരുന്ന ചിത്രത്തിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ കണ്ണിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗത്താണ് അതിന്റെ മൗത്ത് കാണുന്നത്. അങ്ങനെ മൗത്ത് വരുന്ന ജീവികളെയാണ് നമ്മൾ മൗത്ത് വെൻട്രൽ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടറാണ്, മൗത്ത് ഈസ് വെൻട്രൽ. പിന്നെ മറ്റൊന്ന് നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ്. നോട്ടോകോഡ് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അത് മുള്ളാണ്, നമ്മുടെ നട്ടലിന് പകരം ഇവിടെ നോട്ടോകോഡ് എന്ന് അതിന് മുള്ളുമായിട്ട് വരുന്നത്. അത് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ്, ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് അല്ല, പോയിന്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഗിൽസിൽസ് ആർ സെപ്പറേറ്റ് ആൻഡ് വിത്തൗട്ട് ഓപ്പർക്കുലം, ഗിൽ കവർ, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിന്റെ ഗിൽസിൽസ് എന്ന് പറയുന്നത് അതിന്റെ നമ്മൾ പിന്നെ വായയുടെയൊക്കെ പിറകിൽ അതിന്റെ ചിത്രത്തിൽ നമുക്ക് കാണാം ഗിൽസിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുറച്ച് സൂക്ഷ്മങ്ങൾ പോലെ കാണും. ആ ഗിൽസിൽസ് എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആണ്, ഓരോന്നും വേറെ വേറെയാണ്. പിന്നെ വിത്തൗട്ട് ഓപ്പർക്കുലം, ഗിൽ കവർ ഇല്ല. ഓപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ഗിൽ കവറാണ്, നമ്മൾ ചെകിളമൂടി എന്ന് മലയാളത്തിൽ പറയും. ഓപ്പർക്കുലം, ഈ ഓപ്പർക്കുലം ഇല്ലാത്ത മത്സ്യങ്ങളാണ് കോൺട്രിക്ടൈസിൽ വരുന്നത്. ദേ ഹാവ് നോ ഓപ്പർക്കുലം, അത് ഇവയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഗിൽസിൽ സെപ്പറേറ്റ് ആണ് ആൻഡ് വിത്തൗട്ട് ഓപ്പർക്കുലം, ഓപ്പർക്കുലം ഇല്ലാത്ത ജീവികളാണ് കോൺട്രിക്ടൈസ് ഗ്രൂപ്പിൽ വരുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, ദ സ്കിൻ ഈസ് ടഫ് വിത്ത് പ്ലാക്കോഡ് സ്കെയിൽസ്. സ്കിൻ വളരെ ടഫാണ്. നമുക്കറിയാം ഈ പിന്നെ തുണ്ടമീൻ്റെ അങ്ങനത്തെ ഉള്ളതിൻ്റെ തൊലിയുടെ പ്രത്യേകത എന്താ, അത് കടിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് മണ്ണ് കടിക്കുന്നത് തോന്നും അല്ലേ. അതിന്റെ പ്രത്യേകത ദ സ്കിൻ ഈസ് ടഫാണ് വിത്ത് പ്ലാക്കോഡ് സ്കെയിൽസ്. അതിനകത്ത് ഒരു സ്കെയിലുണ്ട്, ആ സ്കെയിലിന്റെ ചെറുമ്പലുണ്ട്. ആ സ്കെയില് പുറമേ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് തൊലി, നമ്മൾ അങ്ങനെയുള്ള മത്സ്യങ്ങളുടെയാണ് ഈ തൊലി പൊളിച്ച് കളയുന്നത്. ഇപ്പൊ തുണ്ടത്തിൻ്റെയൊക്കെ നമ്മൾ തൊലി കളയുകയാണ് ചെയ്യുന്നത്, തൊലി തന്നെ ഇളക്കിയെടുക്കാം. അതിന് കാരണം അതിനകത്തുള്ള സ്കെയിൽ പ്ലാക്കോഡ് സ്കെയിൽസ്, അത് സ്കിന്നിനകത്താണ് കാണുന്നത്. ആ സ്കെയിലിനെയാണ് നമ്മൾ പ്ലാക്കോഡ് സ്കെയിൽസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് പ്ലാക്കോഡ് സ്കെയിൽസ്. അപ്പോൾ കോൺട്രിക്ടൈസിന്റെ സ്കെയിൽസ് എന്ന് പറയുന്നത് പ്ലാക്കോഡ് സ്കെയിൽസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 4-5 ക്യാരക്ടർ പറഞ്ഞതിൽ ഒന്ന്, ഇത് കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ എന്ന് ഓർത്തിരിക്കണം, മൗത്ത് വെൻട്രാണെന്ന് ഓർത്തിരിക്കണം, ഗിൽസ് സെപ്പറേറ്റ് വിത്തൗട്ട് ഓപ്പർക്കുലം ആണെന്ന് ഓർത്തിരിക്കണം, സ്കിൻ വിത്ത് പ്ലാക്കോഡ് സ്കെയിൽസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. സ്കിൻ ടഫ് വിത്ത് പ്ലാക്കോഡ് സ്കെയിൽസ്. ഇനി മറ്റൊന്ന്, ടീത്ത് ആർ മോഡിഫൈഡ് സ്കെയിൽസ്, പ്ലാക്കോഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ഇവയ്ക്ക് പല്ലുകളുണ്ട്, പല്ലുകൾ ഈ പ്ലാക്കോഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തുണ്ടാവുന്നതാണ്. പ്ലാക്കോഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തുണ്ടാവുന്ന ടീത്താണ് ഇവയ്ക്കുള്ളത്, ബട്ട് ദേ ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ ടീത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടീത്ത് ആർ മോഡിഫൈഡ് പ്ലാക്കോഡ് സ്കെയിൽസ് ആണ്. പ്ലാക്കോഡ് സ്കെയിൽസ് മോഡിഫൈ, ഏത് സ്കെയിൽ മോഡിഫൈഡ് ഉണ്ടാവുന്ന ചോദിച്ചാൽ ഇതിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലാക്കോഡ് സ്കെയിൽസ് മോഡിഫൈഡ് ടീത്ത് ആണുള്ളത്, പക്ഷേ എല്ലാം ബാക്ക്വേർഡ്ലി ഡയറക്റ്റ് ആണ്, പിന്നോട്ട് വളഞ്ഞ രീതിയിലാണ് ഇവിടെ പല്ലുകൾ കാണുന്നത്. പിന്നെ ജോസ് ആർ പവർഫുൾ ആൻഡ് ദേ ആർ പ്രെഡേഷ്യസ്. ഇവയെല്ലാം പവർഫുൾ ജോസ് ഉള്ളവയാണ്. താടിയെല്ലുകൾ വളരെ ശക്തമാണ്, പവർഫുൾ ആണ്, വളരെ പവറുള്ള ജോസ് ആണുള്ളത്. ആൻഡ് ദേ ആർ പ്രെഡേഷ്യസ്, ഇരപിടിയന്മാരാണ്. മറ്റ് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചിരുന്ന, മറ്റ് ജീവികളെയൊക്കെ പിടിച്ചിരുന്ന പ്രെഡേഷ്യസ് ആയിട്ടുള്ള ജീവികളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. പവർഫുൾ ജോസ് ആണ്, പ്രെഡേഷ്യസ് ആണ്. പിന്നെ ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ് 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. 2 അറകളെ ഉള്ളൂ ഹൃദയത്തിന്. ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ് 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ, അല്ലെങ്കിൽ 1 ഏട്രിയം ആൻഡ് 1 വെൻട്രിക്കിൾ. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും മാത്രമേ ഉള്ളൂ. 2 ചേമ്പേർഡ് ഹാർട്ടാണ് ഈ കോൺട്രിക്ടൈസ് ഗ്രൂപ്പിലുള്ളത്, അതും ഓർത്തിരിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്, എയർ ബ്ലാഡർ ഈസ് ആബ്സെന്റ്. എയർ ബ്ലാഡർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തിൽ കാണുന്ന ജീവികളുടെ ഒരു പ്രത്യേകതയാണ് എയർ ബ്ലാഡർ. സോ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ. അതുകൊണ്ട് ഈ മത്സ്യങ്ങളുള്ള പ്രത്യേകത എന്താണ്, ഇവയ്ക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ. എപ്പോഴും എന്ത് ചെയ്യണം, നീന്തിക്കൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടി, ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ താണുമായിരിക്കും. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നമ്മൾ അല്ലാതുള്ള മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പം ചില കുളങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്നതാണ്, നിശ്ചലമായി നിൽക്കുന്നത് കാണാം. പക്ഷേ ഈ മത്സ്യങ്ങൾ അങ്ങനെയല്ല, അത് എപ്പോഴും നീന്തിക്കൊണ്ടേയിരിക്കണം. അപ്പം ഈ നമ്മൾ പറയും ചിലപ്പം വലിയ സ്രാവും ഒക്കെ കരക്കടിഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ, അവ ഇങ്ങനെ നിൽക്കാതെ നീന്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോകേണ്ടി വരും. കാരണം അവയ്ക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല, നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും. കാരണം എന്താണ്, എയർ ബ്ലാഡർ ഇല്ലാത്തതാണ്. ദേ ഹാവ് നോ എയർ ബ്ലാഡർ. എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. സോ ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ടാണ് ഇത്തരം മത്സ്യങ്ങൾ എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്, ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ ബിക്കോസ് ദേ ഹാവ് നോ സ്വിം ബ്ലാഡർ. അപ്പോൾ കോൺട്രിക്ടൈസ് ഫിഷസ് ഹാവ് നോ സ്വിം ബ്ലാഡർ അല്ലെങ്കിൽ എയർ ബ്ലാഡർ. സ്വിം ബ്ലാഡർ എന്നും പറയും, എയർ ബ്ലാഡർ മറ്റൊരു പേരാണ് സ്വിം ബ്ലാഡർ.
അപ്പോൾ എയർ ബ്ലാഡർ അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇലക്ട്രിക് ഓർഗാൻസ് ആർ പ്രസന്റ് ഇൻ ടോർപിഡോ ആൻഡ് പോയിസൺ സ്റ്റിങ് ഇൻ ട്രൈഗൻ. ചില മത്സ്യങ്ങളുടെ പ്രത്യേകതയാണ് ഇലക്ട്രിക് ഓർഗാൻസ് ആർ പ്രസന്റ് ഇൻ ടോർപിഡോ. ടോർപിഡോ പോലുള്ള ചില മത്സ്യങ്ങളിൽ ഇലക്ട്രിക് ഓർഗാനുകളുണ്ട്. വൈദ്യുതി മത്സ്യങ്ങൾ നിങ്ങൾ ടോർപിഡോ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ടോർപിഡോ പോലുള്ള ചില മത്സ്യങ്ങളിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഓർഗാനുകൾ. മറ്റു ചില മത്സ്യങ്ങളിൽ പോയിസൺ സ്റ്റിങ് ഇൻ ട്രൈഗൻ. ട്രൈഗൻ എന്ന് തിരണ്ടിയാണ്. തിരണ്ടിയുടെ വാലിൽ നിങ്ങൾക്കറിയാം അതിനകത്തൊരു മുള്ളുണ്ട്. ആ മുള്ള് പോയിസൺ സ്റ്റിങ് ആണ്. മറ്റേ ശത്രുവിനെ പോയിസൺ സ്റ്റിങ് ഉപയോഗിച്ച് കുത്താനൊക്കെ പറ്റും. ഈ ഇലക്ട്രിക് റേ ആണെങ്കിൽ അതിന് ചുറ്റും ശത്രുവിനെ നേരിടാൻ വേണ്ടി വെള്ളത്തിലേക്ക് കാർബൺ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ ആ ചുറ്റും വരുന്ന ജീവി പെട്ടെന്ന് പരാലിസിസ് ആയി പോകും, നിശ്ചലമായി പോകും. ആ സമയത്ത് അതിനെ പിടിച്ച് തിന്നാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ഇലക്ട്രിക് റേ പോലുള്ള ഈ ടോർപിഡോ പോലുള്ള ജീവികൾ. അതേസമയം പോയിസൺ സ്റ്റിങ് ഉള്ള ജീവികളാണ് ട്രൈഗൻ. ഇനി മറ്റൊരു പോയിന്റാണ് ദേ ആർ കോൾഡ് ബ്ലഡഡ്. കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശീതരക്തമുള്ള ജീവികളാണ് കോൾഡ് ബ്ലഡഡ് എന്ന് പറയുന്നത്. പോയിക്ലോതെർമസ് ആനിമൽസ്. പോയിക്ലോതെർമസ് എന്ന് പറയുന്നത് ആ വാക്ക് നിങ്ങൾ പഠിക്കണം. കോൾഡ് ബ്ലഡ് പോയിക്ലോതെർമസ്. ഇത് ഈ കോൺട്രക്ടൈസിന്റെ ക്യാരക്ടർ മാത്രമല്ല, അത് ഈ മത്സ്യങ്ങളുടെ എല്ലാ മത്സ്യങ്ങളും, അത് രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട മത്സ്യങ്ങളും പോയിക്ലോതെർമസ് ആണ്. പക്ഷേ അത് ആ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടതാണ്. ദേ ആർ കോൾഡ് ബ്ലഡഡ് പോയിക്ലോതെർമസ് ആനിമൽസ്. ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ പ്രത്യേക ദേ ഹാവ് നോ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. അതായത് ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ അവയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ഊഷ്മാവ് മാറുന്നതിനനുസരിച്ച് അവയുടെ ബോഡി ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. നമുക്കൊരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളത് അല്ലേ? നമുക്കറിയാം നമുക്ക് 37°C എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആണ്. അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മൾ ഈ പോയിക്ലോതെർമസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഹോമിയോതെർമസ് ആണ് നമ്മളെ പറയുന്നത്. നമുക്കൊരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ആണുള്ളത്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ വാം ബ്ലഡഡ് അല്ലെങ്കിൽ എന്താ പറയുക, വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഉഷ്ണരക്തമുള്ള ജീവികൾ അല്ലെ, ചൂട് രക്തമുള്ള ജീവികൾ. നമ്മൾ അങ്ങനെയുള്ള വാം ബ്ലഡഡ് ആണ്. നമ്മളെ പറയുന്നത് ഹോമിയോതെംസ് ആണ്. പക്ഷെ ഇത് പോയിക്ലോതെംസ്. മത്സ്യങ്ങളെല്ലാം പോയിക്ലോതെംസ് ആണ്, കോൾഡ് ബ്ലഡഡ് ആണ്. അതിന് കാരണം അവയ്ക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ എന്താണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം അല്ലെ? പോയിക്ലോതെർമസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തുക. ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ കോൾഡ് ബ്ലഡഡ് പോയിക്ലോതെർമസ് എന്ന് പറയുന്നത്. ഇനി ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് പെൽവിക് ഫിൻ ബിയർ ക്ലാസ്പേഴ്സ് ഇൻ മെയിൽസ്. മെയിൽസിൽ പെൽവിക് ഫിന്നിൽ ഒരു ക്ലാസ്പർ, അതിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ക്ലാസ്പർ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. പെൽവിക് ഫിൻസ് ബിയർസ് ക്ലാസ്പർ ഇൻ മെയിൽസ്. പിന്നെ സെക്സ് സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. സെപ്പറേറ്റ് മെയിൽ ഫീമെയിൽ വേറെയാണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആയിട്ടാണ് നടക്കുന്നത്. മെനി ഓഫ് ദം ആർ വിവിപാരസ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒവിപാരസ്. ഒവിപാരസ് എഗ് ലേയിങ് ആണ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിലെ പല ജീവികളും പ്രസവിക്കുന്നവയാണ്. പക്ഷേ നമ്മൾ മാമൽസിനെ പോലെ പ്രസവിച്ച് മുലയൂട്ടി വളർന്ന ജീവികളല്ല, വെറും വിവിപാരസ് പ്രസവിക്കുന്ന ജീവികളാണ്. അത് പ്രസവിക്കുന്നതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചിലതൊക്കെ പല രീതിയിലേക്കാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കുക. ഇപ്പം നിങ്ങൾ വിവിപാരസ് എന്നുള്ള വാക്ക് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇനി ഈ കോൺട്രക്ടൈസ് ഫിഷസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം. നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇത്. കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റനാണ്. മൗത്ത് വെൻട്രലാണ്. ഗിൽസിൽസ് വിത്തൗട്ട് ഓപ്പർക്കുലമാണ്. സ്കിന്നിൽ പ്ലാക്കോഡ് സ്കെയിൽസ് ഉണ്ട്. പിന്നെ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ. പിന്നെ ദേ ആർ കോൾഡ് ബ്ലഡഡ് പോയിക്ലോതെർമസ്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ കോൺട്രക്ടൈസിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. ഈ രണ്ട് ഗ്രൂപ്പുകളും പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെ കമ്പാരിസൺ എന്താണെന്നുള്ള ഒരു ടേബിളും കൂടി നിങ്ങളെ നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് നമുക്ക് പഠിച്ചു വെക്കുന്നത്. ആ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക. ആ മത്സ്യങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അറിയണം. രണ്ട് മത്സ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിളുകളിൽ വരുന്നതാണ്. ഒന്ന് സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ സ്രാവ് എന്ന് പറയുന്ന മത്സ്യമാണ്. സ്കോളിയോഡോൺ ഡോഗ് ഫിഷ് എന്ന് പറയുന്നത്. സ്കോളിയോഡോൺ സൊറാക്കോവ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. നമ്മളിവിടെ സ്കോളിയോഡോൺ എന്ന് ഓർത്താൽ മതി. ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കോളിയോഡോൺ എന്ന് പറയുന്നത് സ്രാവാണ്. ചിത്രം മുകളിൽ കാണുന്നതാണ് ആ ചിത്രം സ്കോളിയോഡോൺ. പിന്നെ ഒന്ന് പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോ ഫിഷ്, വാൾ മത്സ്യം എന്ന് പറയുന്നത്. വാളിന്റെ നമ്മൾ അറക്കുന്ന വാൾ പോലിരിക്കുന്ന പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോ ഫിഷ്. സോ എന്ന് പറഞ്ഞാൽ വാൾ എന്നാണ് അർത്ഥം. അപ്പം വാൾ മത്സ്യമാണ്. അതിന്റെ മുൻവശം കണ്ടില്ലേ, വാൾ പോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സോ ഫിഷ് അല്ലെങ്കിൽ പ്രിസ്റ്റിസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് കർച്ചറഡോൺ അല്ലെങ്കിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഈ വെള്ള സ്രാവുകളെ അതിനെയാണ് നമ്മൾ കർച്ചറഡോൺ എന്ന് പറയുന്നത്. കർച്ചറഡോൺ എന്ന് പറയുന്നത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. പിന്നെ ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിംഗറെ, നമ്മൾ തിരണ്ടി എന്ന് പറയുന്ന മത്സ്യം. ട്രൈഗൺ, സ്റ്റിംഗറെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾ. സ്കോളിയോഡോൺ, പ്രിസ്റ്റിസ്, കർച്ചറഡോൺ, ട്രൈഗൺ എന്നിവയാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന എക്സാമ്പിൾസ്. അപ്പോൾ ഇത് ഈ എന്താ പറയുക, നമ്മൾ ഈ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നമ്മൾ ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ ആ പോയിന്റ്സ് നോക്കുക. ഒന്ന് കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റനാണ്. മൗത്ത് വെൻട്രലാണ്. ഗിൽസിൽ സെപ്പറേറ്റ് വിത്തൗട്ട് ഓപ്പർക്കുലമാണ്. സ്കിൻ ഹാസ് പ്ലാക്കോഡ് സ്കെയിൽസ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ എയർ ബ്ലാഡർ ആബ്സെന്റ്, സോ ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ് ടു അവോയ്ഡ് സിങ്കിങ് ഇൻ വാട്ടർ. പിന്നെ ദേ ആർ കോൾഡ് ബ്ലഡഡ് പോയിക്ലോതെംസ്.
ഇത്രയും ക്യാരക്ടറാണ് നമ്മൾ ഫിഷസിന് ഈ ഗ്രൂപ്പിന് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ ഈ പോയിക്കോതെർമസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ക്യാരക്ടർ നമ്മൾ ഓർത്തിരിക്കുന്നത് കോൾബിൾ പോയിക്കോതെർമസ് എന്ന് പറയുന്നത് മറ്റ് ഫിഷസിനും മറ്റ് ആംഫിബിയൻസിനും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താണ് ഡെഫിനേഷൻ എന്നുള്ളത് ഇവിടുന്ന് പഠിക്കണം. അത് ഇനി നമ്മൾ കോൾബിൾ പോയിക്കോതെർമസ് മാത്രമേ അടുത്ത ക്ലാസ് പറയുമ്പോൾ പറയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പഠിക്കണം. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ കോൺട്രിക്ടേഴ്സിനെ കുറിച്ച് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? കോൺട്രിക്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ക്യാരക്ടേഴ്സാണിത്. അപ്പോൾ ഇത് ഒന്ന് രണ്ട് പേരൊന്ന് പറയാമെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. പറയും, ഞാൻ ഇപ്പം ചോദിക്കുന്നില്ല, പിന്നെ ലാസ്റ്റ് ചോദിക്കാം. പറയുക ആരെങ്കിലും ആ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. പറയൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഓസ്റ്റിക്ടൈസ് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ കോൺട്രിക്ടൈസിന്റെ ആണ് നമ്മൾ കാർട്ടിലേജ് എൻഡോസ്കെലറ്റുള്ള ഫിഷസിനെയാണ് നമ്മൾ കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് ഓസ്റ്റിക്ടൈസ് ആണ്. ഇവയുടെ പ്രത്യേകത ദേ ആർ ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ്. ഇത് നമ്മൾ മറ്റേത് പറഞ്ഞത് മറൈൻ മാത്രമാണ് പറഞ്ഞത്. ഇതിനകത്ത് അങ്ങനെയല്ല, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് വരുന്നുണ്ട്. ശുദ്ധജലത്തിലും അതുപോലെ തന്നെ കടജലത്തിലും കാണുന്ന ഫിഷസ് ഓസ്റ്റിക്ടൈസ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ദേ ഹാവ് ബോഡി എൻഡോസ്കെലറ്റൻ. അതാണ് പ്രത്യേകത. മറ്റേ നമ്മൾ കാർട്ടിലേജിനസ് എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്താ പറയുന്നത്? ദേ ഹാവ് ബോഡി എൻഡോസ്കെലറ്റൻ. ബോൺ കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെലറ്റൻ ആണ്. ഇവയുടെ മുള്ളുകളെല്ലാം ബോണാണ്. ഇപ്പം ഞാൻ പറഞ്ഞു മത്തിയുടെയോ അയലയുടെയോ അങ്ങനെയുള്ള സാധാരണ മത്സ്യങ്ങളുടെയൊക്കെ ബോൺ വളരെ ചെറിയ മത്സ്യങ്ങളാണെങ്കിലും വളരെ ഹാർഡാണ് മുള്ളുകൾ. അതിന് കാരണം അത് ബോണി ആയതുകൊണ്ടാണ്. അതിൻ്റെ എൻഡോസ്കെലറ്റൻ ബോണിയാണ്, ബോൺ കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ ബോഡി എൻഡോസ്കെലറ്റൻ അത് നമ്മൾ കമ്പാരിറ്റീവ് ആയിട്ട് ഓർത്തിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്ന വിഷയത്തിൽ ഒസീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ ഒസീനാണ് അത് പിന്നെ നമുക്ക് പഠിക്കാനുണ്ട്, അതിനെക്കുറിച്ച് അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ട്. അപ്പം ഈ ഓസ്റ്റിക്ടൈസിൽ കാണുന്ന അതിൻ്റെ ബോണുകളിൽ കാണുന്ന പ്രോട്ടീൻ്റെ പേരാണ് ഒസീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓസ്റ്റിക്ടൈസ് എന്ന് പറയാനുള്ള കാരണം. വാക്ക് നിങ്ങൾ സ്പെല്ലിംഗ് നന്നായി പഠിക്കണം, അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റരുത്. ഓസ്റ്റിക്ടൈസ് എന്നാണ് നമ്മളത് എഴുതേണ്ട സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓസ്റ്റിക്ടൈസ്. അപ്പോൾ അതിന് ബോണി എൻഡോസ്കെലറ്റൻ ആണ്. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത പോയിന്റ് നോക്കി, മൗത്ത് ടെർമിനലാണ്. നമ്മൾ അവിടെ പറഞ്ഞാൽ മൗത്ത് വെൻട്രലാണ്, ഇവിടെ മൗത്ത് ടെർമിനലാണ്. ഈ മത്സ്യങ്ങളുടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ മൗത്ത് എവിടെയാണ് കാണുന്നത്? അതിന്റെ തലയുടെ അറ്റത്താണ് കാണുന്നത്, അല്ലേ? അങ്ങനെ വരുന്നതിനാണ് ടെർമിനൽ മൗത്ത് എന്ന് പറയുന്നത്. മൗത്ത് ടെർമിനലാണ്. രണ്ട് മത്സ്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൗത്ത് ടെർമിനലാണ്. അതാണ് വ്യത്യാസം. അപ്പം മറ്റൊരു വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വ്യത്യാസം പറഞ്ഞു. എന്താണ്? അവിടെ കാർട്ടിലേജിനസ് എൻഡോസ്കെലറ്റൻ ആയിരുന്നു, ഇവിടെ ബോണി എൻഡോസ്കെലറ്റൻ ആണ്. രണ്ടാമത്തെ വ്യത്യാസമാണ് അവിടെ മൗത്ത് വെൻട്രൽ ആയിരുന്നു, ഇവിടെ മൗത്ത് ടെർമിനലാണ്. ഇനി ദേ ഹാവ് 4 pairs of gills which are covered by operculum on each side. അതാണ് മറ്റൊരു പ്രത്യേകത. എന്താണ്? നമുക്കറിയാം മത്സ്യത്തിന്റെ ഓപ്പർക്കുലം. ഓപ്പർക്കുലം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം അതിന്റെ കണ്ണിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കാണുന്നില്ലേ? അതാണ് നമ്മൾ ഓപ്പർക്കുലം അല്ലെങ്കിൽ ചെകിളമൂടി എന്ന് പറയുന്നത്. നമുക്കറിയാം മത്സ്യത്തിന്റെ നമ്മൾ മീനെടുത്തിട്ട് അതിന്റെ ആ അകത്ത് ചീപ്പിന്റെ പല്ല് പോലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണല്ലോ അതിന്റെ ഗിൽസ് എന്ന് പറയുന്നത്. ആ ഗിൽസിന്റെ മുകളിൽ ഒരു കവറിംഗ് ഇല്ലേ, അത് നമ്മൾ ഇളക്കി കളയുന്നതാണ്. അതാണ് ശരിക്കും ഓപ്പർക്കുലം എന്ന് പറയുന്നത്, ചെകിളമൂടി എന്ന് പറയുന്നത്. മീൻ കഴുകുമ്പോൾ അറിയാം നിങ്ങൾക്ക്, ആ മീനിന്റെ കണ്ണിന്റെ പുറകെ കാണുന്ന ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഇളക്കി കളയും. ആ ഇളക്കി കളയുന്ന അതിന്റെ ഓപ്പർക്കുലമാണ്. അത് നമുക്ക് മുകളിൽ ഇളക്കി അതിനടിയിലാണ് നമ്മൾ ശരിക്കും അത് ഇങ്ങനെ മത്സ്യത്തെ കാണുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനടിയിൽ ഗിൽസ് കാണാം. അപ്പൊ ആ ഭാഗം അതാണ് നമ്മൾ ശരിക്കും ഓപ്പർക്കുലം എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളത് 4 pairs of gills ആണ്. നിങ്ങളൊരു മത്സ്യത്തിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വീട്ടിൽ മത്തിയോ അതിലേക്ക് മേടിക്കുമ്പോൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി എത്ര ഗിൽസ് ഉണ്ടെന്നൊക്കെ നോക്കി നമുക്ക് അതിനകത്ത് കാണാം. അതിന് 4 pairs of gills ആണ്. ഇരുവശങ്ങളിലുമായി 4 pairs of gills ആണ്. ഒരു വശത്ത് 4, മറുവശത്തും 4. അങ്ങനെ 4 pairs of gills ആണുള്ളത്. which are covered by operculum. ഓരോ വശത്തും അത് ഓപ്പർക്കുലം ചെകിളമൂടി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട്. ഇവിടെ നമ്മൾ വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞെന്താ പറയുന്നത്? നമ്മൾ കോൺട്രിക്ടൈസ് ഫിഷസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവയ്ക്ക് വിത്തൗട്ട് ഓപ്പർക്കുലം ആണ്. ഓപ്പർക്കുലം ഇല്ല, ചെകിളമൂടി ഇല്ല. ഗിൽ സെപ്പറേറ്റ് ആണ്, ബട്ട് വിത്തൗട്ട് ഓപ്പർക്കുലം ആണ്. ഓപ്പർക്കുലം ഇല്ല എന്നാണ്. ഇവിടെ അങ്ങനെയല്ല, 4 pairs of gills കൃത്യം എണ്ണമാണ്. 4 pairs of gills which are covered by operculum. ആ പോയിന്റ് വ്യത്യാസമായിട്ട് ഓർത്തിരിക്കാം. പിന്നെ സ്കിൻ ഈസ് കവേർഡ് ബൈ സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. ഇവിടെ സ്കെയിലിന്റെ മറ്റേ നമ്മൾ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. ഇവിടെയോ സ്കിൻ ഈസ് കവേർഡ് വിത്ത് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. നമുക്ക് ഇവയുടെ ചെതുമ്പിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം എന്താണ്. നമ്മൾ ഈ മത്തിയുടെ അയലയ്ക്ക് ചെതുമ്പൽ ചെറുതാണ്, പക്ഷേ ഒരു റായയുടെ ആകൃതിയിലുള്ള ചെതുമ്പലാണുള്ളത്, അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ ടീനോയിഡ്, കുറച്ച് ഇലോങ്ങേറ്റഡുള്ള സ്കെയിൽസ് ആണ് ടീനോയിഡ്. സൈക്ലോയിഡ്, ടീനോയിഡ് സ്കെയിൽസ് ആണ് ഇവയുടെ സ്കിന്നിൽ കാണുന്നത്. നമ്മൾ ആ ചെതുമ്പലാണ് നമ്മൾ ഇളക്കണം. മറ്റേത് നമ്മൾ പറഞ്ഞു പ്ലാക്കോയിഡ് സ്കെയിൽസ് സ്കിന്നിനകത്താണ് കാണുന്നത്, തൊലി പൊളിക്കാനുള്ളത് മത്സ്യങ്ങൾ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ. ഇവിടെ അങ്ങനെയല്ല, ചെതുമ്പ് ഇളക്കി തൊലി പൊളിക്കേണ്ട ആവശ്യമില്ല, ചെതുമ്പ് ഇളക്കി കളഞ്ഞാൽ മതി. അങ്ങനെയുള്ള സ്കിൻ ഈസ് കവേർഡ് വിത്ത് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ് ആണ് ഈ ഓസ്റ്റിക്ടൈസിന്റെ പ്രത്യേകത. ഇനി മറ്റൊരു പ്രത്യേകതയാണ് എയർ ബ്ലാഡർ ഇസ് പ്രസന്റ് വിച്ച് റെഗുലേറ്റ്സ് ബോയൻസി. അപ്പൊ ഇതിന്റെ ബോയൻസി റെഗുലേറ്റ് ചെയ്യുന്ന എന്താണ്? എയർ ബ്ലാഡർ ആണ്. ഇതിനകത്ത് എയർ ബ്ലാഡർ, മറ്റേടത്ത് എയർ ബ്ലാഡർ ആപ്ഷൻ ആണ്. ഇവിടെ എയർ ബ്ലാഡർ പ്രസന്റ് വിച്ച് റെഗുലേറ്റ്സ് ബോയൻസി. അതുകൊണ്ടാണ് ഈ മത്സ്യങ്ങളെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഈ ചില കുളങ്ങളിലൊക്കെ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യങ്ങളിൽ കൂട്ടത്തോടെ വന്ന് വെള്ളത്തിന്റെ ആ മുകളിൽ തന്നെ നിൽക്കും. കുറേ എണ്ണം ഒന്നിച്ചു കൂടി ഇങ്ങനെ കാണാം, അനങ്ങാതെ നിൽക്കും.
അല്ലാതെ തന്നെ നോക്കിയാൽ ചിലപ്പോൾ ചില ശുദ്ധജലത്തിലൊക്കെ പോയി കുളങ്ങളിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. അങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന മത്സ്യങ്ങളെല്ലാം ബോയൻസി ഉള്ളതിന്റെ കാരണം അവർക്ക് എയർ ബ്ലാഡർ, ശുദ്ധജല മത്സ്യങ്ങൾ മിക്കതിനും എയർ ബ്ലാഡർ ഉണ്ട്. എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ പറ്റുന്നത്. സോ എയർ ബ്ലാഡർ ഈസ് പ്രസന്റ് വിച്ച് റെഗുലേറ്റ് ബോയൻസി. അതും ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ ഹാർട്ട് ഈസ് ടു ചേമ്പർ. അവിടെ നമ്മൾ പറഞ്ഞ മത്സ്യങ്ങൾക്കെല്ലാം ഉള്ള പ്രത്യേകമാണ് ഹാർട്ട് ടു ചേമ്പർ ആണ്, 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. പിന്നെ ദേ ആർ കോൾ ബ്ലഡ്, അത് നമ്മളവിടെ പറഞ്ഞാണ്, കോൾ ബ്ലഡ് ആനിമൽസ്. പിന്നെ സെക്സ് സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ. അവിടെ നമ്മൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. മെനി ഓഫ് ദം ആർ ഒവിപാരസ്. ഈ മത്സ്യങ്ങളിൽ കൂടുതലും ഒവിപാരസ് ആണ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുക. മറ്റേ നമ്മൾ വിവിപാരസ് ആണ് മിക്കവാറും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ നമ്മൾ പിന്നെ ബോഡി ഫിഷസിന്റെ 2 എക്സാമ്പിൾ കണ്ടില്ലേ, ഒന്ന് ഹിപ്പോ ക്യാമ്പസും കാട്ട്ല. ഇതിൽ അറിയാം ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് എന്താ അതിന്റെ ഷേപ്പ് നോക്കി, കടൽ കുതിര എന്ന് പറയുന്ന മത്സ്യമാണ് അല്ലെ, കടൽ കുതിര. ഹിപ്പോ ക്യാമ്പസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം. മറ്റൊന്ന് കട്ട്ല എന്ന് പറയുന്ന മത്സ്യമാണ്. കട്ട്ല എന്ന് പറയുന്ന ഒരു നമ്മൾ വളർത്തുന്ന മത്സ്യമാണല്ലോ, കട്ട്ല വളർത്താൻ പറ്റുന്ന മത്സ്യമാണ്, ശുദ്ധജലത്തിൽ വളർത്താൻ പറ്റുന്ന മത്സ്യമാണ്, മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന മത്സ്യമാണല്ലോ. അപ്പോൾ ആ 2 മത്സ്യങ്ങളും ഇതിന് എക്സാമ്പിൾ ആണ്, ഹിപ്പോ ക്യാമ്പസും കട്ട്ല. ഹിപ്പോ ക്യാമ്പസ് അറിയാമല്ലോ, ഹിപ്പോ ക്യാമ്പസിന് നമ്മൾ വേറെ രീതിയിലും പറയും, എന്താണ് ആൺജീവി പ്രസവിക്കുന്നവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആൺജീവി പ്രസവിക്കുന്നതല്ല, അതിന്റെ പിന്നെ പെൺജീവി ഇടുന്ന മുട്ടകൾ അത് വായ്ക്കുള്ളിൽ കൊണ്ടു നടന്ന് വിരിയുമ്പോൾ പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് ഹിപ്പോ ക്യാമ്പസിന് നമ്മൾ ആൺജീവി പ്രസവിക്കുന്ന പറയുന്നത്. ആൺജീവിയാണ് അതിന്റെ മുട്ട വായിൽ സൂക്ഷിക്കുന്നതല്ല. പെൺജീവി ഇടുന്ന മുട്ട ആൺജീവി അതിന്റെ വായിൽ അത്രയും കാലം ഭക്ഷണമൊന്നും കഴിക്കാതെ സംരക്ഷിച്ചു വെച്ച് മുട്ട വിരിയുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹിപ്പോ ക്യാമ്പസിനെ നമ്മൾ ആൺജീവി പ്രസവിക്കുന്നതായിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ആൺജീവി പ്രസവിക്കുന്നതല്ല, പെൺജീവി ഇടുന്ന മുട്ട വായിൽക്കുള്ളിൽ കൊണ്ടു നടന്ന് വിരിയുമ്പോൾ പുറത്തേക്ക് തുപ്പുന്നതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അത് അതിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, ശരീരത്തിനകത്ത് കൊണ്ടു നടന്നിട്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന മത്സ്യവും പിന്നെ കട്ട്ല എന്ന് പറയുന്ന മത്സ്യവും ഈ ഓസ്റ്റിക്ടൈസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഓസ്റ്റിക്ടൈസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അവയ്ക്ക് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഹാബിറ്റിൽ ജീവിക്കാൻ പറ്റും. ബോഡി എൻഡോസ്കെൽറ്റൻ ആണ്, ടെർമിനൽ മൗത്ത് ആണ്, 4 പെയേഴ്സ് ഓഫ് ഗിൽസ് വിത്ത് ഓപ്പർക്കുലമാണ്, സ്കിന്നില് സൈക്ലോയിഡ് ടീനോയിഡ് സ്കെയിൽസ് ആണ്, എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, അത് ബോയൻസി നിലനിർത്താൻ സഹായിക്കുന്നു, ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്, കോൾ ബ്ലഡ് ആണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, പിന്നെ ഒവിപാരസ് ആണ്. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഓസ്റ്റിക്ടൈസിന്റെ എക്സാമ്പിൾ ആയിട്ട്. ഇങ്ങനെ കുറേ എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ 3 ഗ്രൂപ്പുകളാണ്. ഒന്ന് മറൈൻ ഫിഷസ്, ഇതിനകത്ത് വരുന്ന മറൈൻ ഫിഷസ് കടൽ ജലത്തിൽ കാണുന്ന ഏതൊക്കെയാണ്? ഒന്ന് എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈങ് ഫിഷ്, പറക്കും മത്സ്യം എന്ന് അറിയപ്പെടുന്ന എക്സോസീറ്റസ്. മത്സ്യം പറക്കും എന്ന് പറഞ്ഞാൽ പറക്കും നല്ല അർത്ഥം കേട്ടോ, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. മത്സ്യത്തിന് പറക്കാനൊന്നും കഴിയില്ല. അതിന് പക്ഷേ ചിറക് പോലെ ഭാഗമുള്ളതുകൊണ്ട് ഈ എക്സോസീറ്റസ് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള ചിറകുള്ള മത്സ്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? അതിങ്ങനെ ജലത്തിന്റെ ഉപരിതലത്തേക്ക് ഇങ്ങനെ എടുത്ത് ചാടും, ഇന്ന് കുറച്ച് ദൂരം ഇങ്ങനെ ദൂരേക്ക് തെറിച്ചു പോകും ആ ചിറക് പോലുള്ള ഭാഗമുള്ളതുകൊണ്ട്. ആ ചിറകുള്ളതുകൊണ്ടാണ് അങ്ങനെ പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനെ ഫ്ലൈങ് ഫിഷ് എന്ന് പറയുന്നത്. അതായത് പറക്കും എന്നല്ല അർത്ഥം, അത് എക്സോസീറ്റസ് എന്ന് പറയുന്ന മത്സ്യമാണ് ഫ്ലൈങ് ഫിഷ് എന്ന് പറയുന്നത്. പിന്നെ ഹിപ്പോ ക്യാമ്പസ്, ഇപ്പോൾ നമ്മൾ കണ്ട സീ ഹോഴ്സ് ആണ്, കടൽ കുതിരയാണ് ഹിപ്പോ ക്യാമ്പസ്. ഈ 2 എക്സാമ്പിൾ മറൈൻ ഫിഷിന് എക്സാമ്പിൾ ആണ്. ഫ്രഷ് വാട്ടർ ഫിഷിന് എക്സാമ്പിൾ ആണ് ലേബിയോ അല്ലെങ്കിൽ രോഹു. നമ്മൾ ഇതിന്റെ കൂടെ ഈ മറൈൻ ഫിഷിന് എക്സോസീറ്റസ് ഹിപ്പോ ക്യാമ്പസ് ആണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അത് പറഞ്ഞ് ഈ സാർഡൈൻ അല്ലെങ്കിൽ മത്തി, അതൊക്കെ അറിയാലോ, അതും മറൈൻ ഫിഷാണ്. കടൽ മത്സ്യത്തിലാണ് നമ്മൾ എക്സാമ്പിൾ സാർഡൈൻ, മത്തിക്ക് പറയുന്ന സാർഡൈൻ, മാക്കറൽ എന്നാണ് അയലയ്ക്ക് പറയുന്നത്, മാക്കറൽ. അതൊക്കെ നമ്മുടെ കോമൺ മത്സ്യങ്ങളാണെന്ന് ഓർത്താൽ മതി. നമുക്കിപ്പോൾ ഇല്ല, നമുക്കിവിടെ എക്സാമ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരുന്നു. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അവർക്ക് ഈ മത്തി മയിലൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല. അതുകൊണ്ടാണ് അത് നമ്മുടെ പുസ്തകത്തിൽ വരാത്തത്. കേരളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അതൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലെ പുസ്തകം അല്ലാത്തതുകൊണ്ട് നമുക്കാണ് മത്തിപ്രിയന്മാരും അയലപ്രിയന്മാരുമാണ് നമ്മൾ. അവിടെ ഒന്നും ആൾക്കാർക്ക് അതൊന്നും വലിയ പ്രാധാന്യമില്ല. ഇനി ഫ്രഷ് വാട്ടർ ഫിഷ് എന്ന് പറയുന്നത് ലേബിയോ അല്ലെങ്കിൽ രോഹു, അത് നമ്മളറിയാലോ, വളർത്തുന്ന മത്സ്യമാണ് ഫ്രഷ് വാട്ടർ ഫിഷ്. രോഹു എന്ന് പറയുന്ന മത്സ്യം ലേബിയോ. പിന്നെ കട്ട്ല, ഇപ്പം നമ്മൾ കട്ട്ല എന്ന് തന്നെ മലയാളത്തിലും പറയാം, നമ്മളങ്ങനെ പറയും. ക്ലേരിയാസ്, മാഗർ, അത് മുഷി എന്ന് പറയുന്ന മത്സ്യം. മുഷി നമ്മൾ ഈ തോട്ടിലൊക്കെ കാണുന്ന പുഴയിലൊക്കെ കാണുമല്ലോ, മുഷി എന്ന് പറയുന്നത് കുത്തുന്നൊരു മത്സ്യം ഉണ്ടല്ലോ, മുഷി, ക്ലേരിയാസ്. ഇതൊക്കെ ഫ്രഷ് വാട്ടർ ഫിഷസിന് എക്സാമ്പിൾ. ലേബിയോ, കട്ട്ല, ക്ലേരിയാസ് എന്നിവയാണ് നമ്മൾ ഫ്രഷ് വാട്ടർ ഫിഷ്. പിന്നെ അക്വേറിയം ഫിഷ്, എന്താ അക്വേറിയം ഫിഷിന്റെ എക്സാമ്പിൾ ആണ് ബെറ്റ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫിഷ്. നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളാണ് ബൈറ്റിംഗ് ഫിഷ്. പിന്നെ ഈ ടെറോഫില്ലം അല്ലെങ്കിൽ ഏഞ്ചൽ ഫിഷ്, മാലാഖ മത്സ്യം എന്നറിയപ്പെടുന്ന ടെറോഫില്ലം, ഇവയൊക്കെ ഈ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പം മറൈൻ ഫിഷ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഫിഷ് ഉണ്ട്, അക്വേറിയം ഫിഷ് ഉണ്ട്. മറൈൻ ഫിഷസ് ആണ് എക്സോസീറ്റസും ഹിപ്പോ ക്യാമ്പസും. ഫ്രഷ് വാട്ടർ ഫിഷാണ് ലേബിയോയും കട്ട്ലയും ക്ലേരിയാസും ഒക്കെ. അക്വേറിയം ഫിഷാണ് ബെറ്റയും ഈ ടെറോഫില്ലവും. ഇത്രയാണ് നമുക്ക് ഇതിന്റെ എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ 2 ക്ലാസ്സുകളും പഠിച്ചു കഴിഞ്ഞല്ലോ. ആ 2 ക്ലാസ്സുകളും പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് താഴെയുള്ളതും കൂടി നിങ്ങളൊന്ന് നോക്കുക. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. ഈ ടേബിള് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് താഴെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ ചിലപ്പോൾ ചിത്രങ്ങൾ വന്നിട്ട് ഇത് രണ്ടിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും കൂടെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ആ 2 ചിത്രങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിട്ട് ആ ചിത്രം കണ്ടാൽ തന്നെ അത് ഏതാണ് കോൺട്രാക്ടൈസ് ഏതാണ് ഓസ്റ്റിക്ടൈസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എന്നിട്ട് ആ 5 വ്യത്യാസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 വ്യത്യാസങ്ങൾ നോക്കുക എന്തൊക്കെയാണ്. ഒന്ന്, കോൺട്രാക്ടൈസിന് കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ആണ്, ഓസ്റ്റിക്ടൈസിന് ബോഡി എൻഡോസ്കെൽറ്റൻ ആണ്.
കോൺട്രാക്ടേഴ്സിന്റെ മൗത്ത് വെൻട്രലാണ്, ഓസ്റ്റിക്ടേഴ്സിന്റെ മൗത്ത് ടെർമിനലാണ്. പിന്നെ കോൺട്രാക്ടേഴ്സിന് ഗിൽസിൽ വിത്തൗട്ട് ഓപ്പർക്കുലമാണ്, ഓസ്റ്റിക്ടേഴ്സിന് 4 pairs ഓഫ് ഗിൽസ് കവേർഡ് ബൈ ഓപ്പർക്കുലമാണ്. കോൺട്രാക്ടേഴ്സിന് സ്കിൻ ഹാസ് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്, ഓസ്റ്റിക്ടേഴ്സിന് സ്കിൻ ഹാസ് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ് ആണ്. കോൺട്രാക്ടേഴ്സിന് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, ഓസ്റ്റിക്ടേഴ്സിന് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. അപ്പോൾ ഈ 5 points ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് പറയുന്നേ ഉള്ളൂ. പരീക്ഷ ഞാൻ ചോദിക്കുന്നുണ്ട്, ഒരു ടേബിളായിട്ട് നിങ്ങൾക്ക് തന്നതാണ്, അതും കൂടി പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് കോൺട്രാക്ടേഴ്സ് ഓസ്റ്റിക്ടേഴ്സ് എന്നുള്ള വ്യത്യാസം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഓർക്കുക, ആ ചിത്രം പരീക്ഷ ചിലപ്പം ഇത് കോൺട്രാക്ടേഴ്സ് ഓസ്റ്റിക്ടേഴ്സ് ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഈ 2 ചിത്രങ്ങൾ, ഫിഷിന്റെ ഏതെങ്കിലും 2 ചിത്രങ്ങൾ തന്നിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എഴുതാനായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം ഇതിൽ ഏതാണ് കോൺട്രാക്ടേഴ്സ് ഏതാണ് ഓസ്റ്റിക്ടേഴ്സ്. ആ ചിത്രം നോക്കി പഠിക്കുക. ആദ്യത്തെ ഇതിൽ കൊടുത്തിരുന്ന സ്രാവിന്റെ ചിത്രവും മറുവശത്ത് നമ്മൾ കട്ട്ലയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, ആ മുകളിലത്തെ ചിത്രങ്ങൾ. താഴെ നമ്മൾ പ്രിസ്റ്റിസിന്റെയും അതുപോലെ സീ ഹോഴ്സ് ഹിപ്പോ ക്യാമ്പസിന്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ ഏത് ചിത്രം തന്നാലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് ആ ചിത്രങ്ങൾ കൂടി നിങ്ങൾ നോക്കി പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ 9 മണിയോട് അടുക്കും, നമുക്ക് അധിക സമയം ചോദ്യം ചോദിക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഈ ചോദ്യമല്ല, നമ്മളിപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഓസ്റ്റിക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ആരെങ്കിലും 1-2 പേരൊന്ന് പറയുക. ആദ്യം ഓസ്റ്റിക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സ്.